ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഈസി കുക്ക് ലാബ്. ഇപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മഷ്റൂം റോസ്റ്റ് ആണ്. നാടൻ രീതിയിലാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ശരിക്കും ഒരു ബീഫ് റോസ്റ്റ് ചെയ്ത് ടേസ്റ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം 4 ചെറിയ ഉള്ളി, 4 വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി ഒന്ന് ചതച്ചെടുക്കാം. ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കണം, അപ്പോൾ ഒരു നാടൻ ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. പിന്നെ നമ്മൾ ചതച്ചെടുത്ത ഇഞ്ചും വെളുത്തുള്ളിയൊക്കെ അതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിലേക്ക് 2 സവാള അരിഞ്ഞു വെച്ച് ചേർക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് 2 പച്ചമുളക് കൊടുക്കാം. ഉള്ളി വഴന്ന് വന്നിട്ടുണ്ടെങ്കിൽ അതിലേക്കുള്ള മസാല ഒക്കെ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ ഒരു പച്ച ടേസ്റ്റ് പോകുന്നത് ഒന്ന് മിക്സ് ചെയ്യാം. അതിലേക്ക് 1 തക്കാളി അരിഞ്ഞ് ചേർത്ത് നന്നായിട്ട് അടച്ചു വെച്ചിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അത് വഴന്ന് വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മഷ്റൂം ആഡ് ചെയ്യുക. എന്നിട്ട് ആ മസാല ഒക്കെ ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ ഒരു ഗ്ലാസ് തേങ്ങാപ്പാൽ ഒഴിച്ചെടുക്കുക. ഫ്രഷ് തേങ്ങാപ്പാൽ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. ഞാനിവിടെ കോക്കനട്ട് മിൽക്ക് പൗഡറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വേവിക്കുക. അപ്പോൾ വെന്ത് വരുമ്പോൾ അതിൽ നമ്മൾ മുന്നേ ഒഴിച്ച് വെച്ച ആ എണ്ണ തെളിഞ്ഞ് വരും. അപ്പോഴാണ് അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. എന്നിട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇത്രേ ഉള്ളൂ. സിമ്പിളാണ്, പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. ശരിക്കും നമ്മളൊരു ഇറച്ചിയൊക്കെ വെച്ച ഒരു ടേസ്റ്റ് തന്നെയാണ് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ. ചപ്പാത്തിക്കും ചോറിക്കൊക്കെ നല്ലൊരു സൈഡ് ഡിഷാണ്. അപ്പോൾ ഇനി കൂൺ ഉണ്ടാക്കുമ്പോൾ എല്ലാവരും ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.